ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഒരുപാട് പേരെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിച്ച നിങ്ങൾക്ക് ഒരുപാട് റിലാക്സിങ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഗ്രൗണ്ടിങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ചെരുപ്പൊന്നും ഉപയോഗിക്കാതെ പുൽത്തകിടിയിലൂടെയോ അല്ലെങ്കിൽ നല്ലൊരു മണ്ണിലൂടെയോ നിങ്ങൾ നടക്കുന്നത് പ്രഗ്നൻസിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ കാലിൽ ചെരുപ്പിടാതെ ചുറ്റുവട്ടത്തൊക്കെ നടന്നിട്ടുണ്ടാകും. പക്ഷേ ഇന്നത്തെ ഒരു സർക്കംസ്റ്റാൻസസ് വെച്ചിട്ട് പലർക്കും അങ്ങനെ നടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ നടക്കുന്നത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന ഓരോ യോഗ മെത്തേഡ്സും അല്ലെങ്കിൽ അക്യുപഞ്ചറും മെഡിറ്റേഷനും ഒക്കെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും എന്ന് തെളിയിച്ചതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഗ്രൗണ്ടിങ് എന്നൊരു മെത്തേഡിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു ബെയർ ഫൂട്ട്, അതായത് നമ്മൾ പാദത്തിൽ ഒന്നും ഇടാതെ നമ്മൾ ഭൂമിയെ ചവിട്ടുന്ന സമയത്ത് ഭൂമിയിലൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. ഈ എഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് ഏതൊക്കെ പ്രവർത്തനങ്ങളാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതുപോലെ ചെരുപ്പിടാതെ നടക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് മൂലം ശരീരത്തിൽ സ്ട്രെസ്സും ആൻസൈറ്റിയും റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മണ്ണൊക്കെയുള്ള സ്ഥലത്തോടെ, ഇപ്പോൾ ബീച്ചിലൊക്കെ നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ബീച്ചിലോട്ട് അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുൻപായിട്ട് അവിടെ നല്ല പൊടിമണ്ണ് ഉണ്ടാവുമല്ലോ. അതിൽ കൂടി നമ്മൾ നടക്കുമ്പോഴേക്കും നമുക്ക് കാലിന് ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പുൽത്തകിടിയിലൂടെ നിങ്ങൾ നടക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ പാർക്കിലൊക്കെ പലയിടത്തും പുല്ലിങ്ങനെ ചെത്തി നിർത്തിയിട്ടുണ്ടാവുമല്ലോ. നോർമലായിട്ട് നമുക്ക് നടക്കാൻ പാകത്തിന് മാത്രം പുല്ല് ചെത്തി നിർത്തിയിട്ടുണ്ടാവും. അതിലൂടെ നമ്മൾ നടക്കുമ്പോഴുള്ള അവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊരു റിലാക്സേഷൻ കാലിൽ ഫീൽ ചെയ്യില്ലേ? ഇതേ റിലാക്സേഷൻ തന്നെ നമ്മുടെ മൈൻഡിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മളുടെ ശരീരത്തിലെ സ്ട്രെസ്സും ആൻസൈറ്റിയും റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ് എന്ന് പറയുന്നൊരു കാര്യം ഒരുപാട് പേർക്ക് പ്രഗ്നൻസി നീണ്ടു പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എന്താകും, എങ്ങനെയാകും എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ഒരുപാട് ഇങ്ങനെ ടെൻഷനായി പോകുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലി ലൈഫിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുമ്പോഴോ ഈ സ്ട്രെസ്സ് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യതയും റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ മെത്തേഡ് നമ്മുടെ ഇൻഫ്ലമേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫ്ലമേഷൻ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് ശരീരഭാഗത്ത് വേദനയും വീക്കവും ഒക്കെ ഉണ്ടാവുന്നത് പലർക്കും പ്രഗ്നൻസി ഒന്ന് നീണ്ടു പോകാനായിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺസിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പല പ്രവർത്തനങ്ങളും നോർമലായിട്ട് നമ്മളുടെ ശരീരത്തിൽ നടക്കാറുണ്ട്. ഈ ഒരു മെക്കാനിസം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് കേട്ടോ. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഹോർമോൺസിൻ്റെ, എസ്പെഷ്യലി റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ പ്രവർത്തനമെല്ലാം നോർമലായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേണിനെ ഇത് നോർമലാക്കി വെക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. പല ആളുകളും ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് രാത്രി ഉറക്കം കിട്ടാത്തവരുണ്ട്. ഉച്ചയ്ക്ക് ഉറങ്ങാതെ തന്നെ കിടന്നിട്ടും രാത്രി ഉറക്കം കൃത്യമായിട്ട് കിട്ടാത്തവരുണ്ട്. നമ്മൾ രാത്രി ഇപ്പോൾ എത്ര ലേറ്റായിട്ട് ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ വെളുപ്പിന് നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേണിൽ അത് വ്യത്യാസം ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. നമ്മൾ ഉറങ്ങുന്ന സമയവും നമ്മൾ എഴുന്നേൽക്കുന്ന സമയവും തമ്മിൽ വ്യത്യാസം അനുഭവപ്പെടുമ്പോഴേക്കും ശരീരത്തിലെ മറ്റു പല ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിനെ അത് താളം തെറ്റിക്കുന്നു. ഒരു ദിവസം ഇത് ഫേസ് ചെയ്യുമ്പോഴേക്കും ഒരിക്കലും നമുക്കത് ഫെർട്ടിലിറ്റി എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേക്കും ഇത് നമ്മളുടെ ഒരു ഫെർട്ടിലിറ്റിയും അതുപോലെ ശരീരത്തിൻ്റെ നോർമലായിട്ട് നടക്കുന്ന ഡേ ടു ഡേ ഒരുപാട് കാര്യങ്ങളെയും ഇത് എഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉറക്കമൊക്കെ കൃത്യമായിട്ട് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ഒരുപാട് പേര് ചാനലിൽ കമൻസിൽ പറയുന്നുണ്ട്, ചേച്ചി കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല. ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ ഒന്നും ആലോചിച്ചില്ലെങ്കിലും കണ്ണടച്ച് കിടന്നിട്ടാണെങ്കിലും ഉറക്കം കൃത്യമായിട്ട് വരുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ബെനിഫിറ്റ്, അഞ്ചാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിബിഡോ ഇൻക്രീസ് ചെയ്യുന്നു.
സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ലിബിഡോ ഇൻക്രീസ് ആകുന്നത് അവരുടെ ആ ഒരു പെർഫോമൻസിൽ, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന പെർഫോമൻസിനെ എന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരുപാട് ആളുകളുണ്ട് ഓവുലേഷൻ ഡേറ്റ് ആയി അയ്യോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും. കാരണം ഒരു കൃത്യം ഡേറ്റ് പറഞ്ഞിട്ട് ഈ ഡേറ്റിൽ ചെയ്യാനായിട്ട് പറയുമ്പോഴേക്കും നമ്മളാരും യന്ത്രങ്ങളല്ല, മനുഷ്യന്മാരാണ്, വികാരവും വിചാരവും ഒക്കെ ഉള്ള മനുഷ്യന്മാരാണ്. ഈ ഒരു ഡേറ്റിൽ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് പറ്റിക്കൊള്ളണമെന്നില്ല. എസ്പെഷ്യലി ഇപ്പോൾ സ്ത്രീകൾക്ക് ആ ഒരു സമയത്ത് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആകില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രഗ്നൻ്റ് ആകും. പക്ഷേ ആ ഒരു മെത്തേഡ് ആ ഒരു സമയത്ത് നമ്മുടെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടി ഫോർപ്ലേയുടെ എഫക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇതൊന്ന് എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലിബിഡോ അവിടെ കൂടണം, നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം അവിടെ കൂടണം. അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിലും ആ ഒരു സപ്പോർട്ട് സ്ത്രീക്ക് മാക്സിമം ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് അവളിലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓവറോൾ രണ്ടുപേരുടെയും ആ ഒരു പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ലിബിഡോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രവർത്തനം നിങ്ങളെ സഹായിക്കുന്നു. അടുത്ത ബെനിഫിറ്റാണ് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഒരുപാട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായി കാണും. ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ശരീരത്തിൽ നടക്കണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് അവിടെ ഉണ്ടാവണം. ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് ശരീരത്തിൽ രക്തയോട്ടം കുറയുന്നുണ്ടെങ്കിൽ അത് പല മാറ്റങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പലർക്കും ശരീരത്തിൽ വിളർച്ചയുണ്ടാകും, തല കറങ്ങുന്നത് പോലെ ഉണ്ടാകും, അല്ലെങ്കിൽ ഓരോ അവയവങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും ഇല്ലേ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തും നമ്മളിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ഇപ്പോൾ നമുക്ക് പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ആ ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ട് പോകുന്നില്ല എങ്കിൽ പീരിയഡ്സിൻ്റെ കാര്യങ്ങളെയും അതുപോലെ അണ്ടം വളരുന്ന കാര്യങ്ങളെയും അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ കാര്യത്തെയും അതുപോലെ യൂട്രസിൻ്റെ ഒരു എൻവയോൺമെൻറ്റിനെയും അതുപോലെ നമ്മളുടെ സെർവിക്സിൻ്റെ പ്രവർത്തനത്തിനെയും ഒക്കെ അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒരു കുറഞ്ഞ പുള്ളിയല്ല. ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഈ ഒരു ഗ്രൗണ്ടിങ് മെത്തേഡ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഗ്രൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ലൊരു എൻവയോൺമെൻറ്റിൽ വേണം നമ്മൾ നടക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ തറയിൽ കൂടി ടൈലിട്ടുള്ള ഒരു ഫ്ലോറിൽ കൂടി നമ്മൾ ചെരിപ്പിടാണ്ട് നടക്കുന്നുണ്ടല്ലോ എന്നിട്ട് പ്രഗ്നൻസി ആകുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു മെത്തേഡ് അല്ലാട്ടോ ഉദ്ദേശിച്ചത്. നമ്മൾ മണ്ണിൽ ഭൂമിയെ ചവിട്ടി നമ്മൾ നടക്കുന്ന മെത്തേഡാണ് ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ഫ്ലോറിൽ ചവിട്ടുമ്പോൾ അതൊരിക്കലും നമ്മൾ ഭൂമിയെ ഡയറക്റ്റ് ചവിട്ടുകയല്ലോ. അത് ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ. അതുപോലെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ബാക്കിയുള്ള അഴുക്കൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ പൊല്യൂട്ടഡ് അല്ലാത്തൊരു ഏരിയയിലല്ല നിങ്ങൾ ചവിട്ടുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് കല്ലും കട്ടയൊക്കെ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരുപാട് ചെങ്കല്ല് കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ പോയി കാല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കാലുവേദന ഉണ്ടാകും പിറ്റേ ദിവസം. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾ ഓർക്കരുത് കേട്ടോ. കാരണം അത് അങ്ങനെ ചെയ്യാനല്ല പറഞ്ഞത്. പൂഴിമണ്ണുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോഴേക്കും അതുപോലെ തന്നെ നല്ലൊരു പുൽത്തകിടിയിൽ പോയി നമ്മൾ ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരുപാട് കല്ലും കട്ടയൊന്നും ഇല്ല അങ്ങനെയുള്ളൊരു വീട്ടുമുറ്റാണ്, കട്ട വിരിക്കാത്ത മുറ്റം അല്ലെങ്കിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കല്ലുകളൊന്നും ഇല്ലാത്ത നല്ലൊരു സർഫേസ് ഉള്ള ഒരു മുറ്റമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ആ ഒരു മുറ്റത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കുന്നത് ആ ഒരു പ്രവർത്തനത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇതുപോലെ ഇത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഒരുപാട് എഫേർട്ടൊന്നും എടുക്കാതെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. മോർണിംഗ് സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം ഫ്രഷ് എയറും കൂടി നമുക്ക് ബ്രീത്ത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ മൈൻഡ് ഒരുപാട് റിലാക്സ്ഡ് ആകും. ഇനി മോർണിംഗിൽ ചെയ്യാനായിട്ടൊന്നും സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് ആണെങ്കിലും ഈ ഒരു പ്രവർത്തനം ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നത് എന്നതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ 1-ാം തീയതിയെ ഡേ 1 ആയിട്ട് എടുത്ത് അടുത്ത മാസത്തെ 2-ാം തീയതിയെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് എടുക്കുക. സ്പോട്ടിങ് നടന്ന ദിവസം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് കുഞ്ഞു കുഞ്ഞു അഴുക്കുകൾ പോയതോ കുഞ്ഞു രക്തക്കട്ട പോയതോ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ചോര പോയത് ആ ദിവസം മുതൽ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.